मुझे किसी की मदद नहीं चाहिए. ഇവിടുത്തെ ഒരു പെണ്ണിനെ നിന്റെ എല്ലാം മുമ്പിലിട്ട് ഉടുതുണി വലിച്ചൂരിയപ്പോ സഹായിക്കാൻ ആരെയും കണ്ടില്ലല്ലോ. ഇത്ര നേരം എന്നെ ഇവിടിട്ട് പട്ടിയെ പോലെ തല്ലിയപ്പോഴും എല്ലാവരും നോക്കിയിരുന്നു. അവന്മാരെന്നെ കൊന്നിരുന്നെങ്കിൽ എന്റെ ശവം ഇവിടെ കിടന്ന് പുഴുത്തു നാറിയാ പോലും ഒരുത്തരം തിരിഞ്ഞു നോക്കില്ല എന്ന് എനിക്കറിയാം. കാരണം എന്നും ഇവനെയൊക്കെ പേടിച്ച് ഇവന്റെയൊക്കെ വാലാട്ടി പട്ടികളായി കഴിയാനേ നിനക്കൊക്കെ വിധിയുള്ളൂ. എല്ലാ പ്രതീക്ഷകളും നശിച്ച് ആകെയുള്ള സ്വന്തം ദേഹം വരെ വിറ്റ് ജീവിക്കുന്ന ഇവിടുത്തെ ദാസി പെണ്ണുങ്ങളുടെ സമ്പാദ്യം വരെ പിടിച്ചു പറിക്കുന്ന യുവന്മാർക്കെതിരെ 10 പേര് ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഗുണ്ടായുസം എന്ന് പറയുന്ന ഈ തെണ്ടിത്തരം ഇവിടെ നടക്കില്ലായിരുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കൊല്ലും കൊലയും നടത്താനല്ല പട്ടികളെ അയക്കാൻ വേണ്ടത്. രാപ്പകൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതൽ പിടിച്ചു പറിക്കുന്നതിന്റെയും നടു റോഡിൽ അമ്മയും പെങ്ങളെ കയറി പിടിക്കുന്നതിന്റെ കഴുത്ത് വെട്ടാനാ. ശരം नहीं आती कुत्तों को जाओ जाकर तुम बरसा लो. ஏண்டா இந்த ஸ்ட்ரீட்டுக்கு நீ தான் தாத்தாவா? சார் बोल अब्बास अली का खून तूने क्या लिखेगा कि नहीं? बोल बोल. அப்பாஸ் அலியை கொன்னது நீதான் எழுதி கொடுறா. വേണ്ട, കിടന്നോളൂ. നേരത്തെ വന്നപ്പോ ആള് നല്ല മയക്കത്തിലായിരുന്നു. മരിച്ചുപോയെന്ന് കരുതി ഈ തെരുവിൽ കൊണ്ടിട്ടതാണ്. ലോക്കപ്പിൽ മരിച്ചാൽ അവർക്കല്ലേ കഷ്ടം. നിങ്ങൾ അമർ സാബിന്റെ ആളുകളെയാണ് നോവിച്ചു വിട്ടത്. പോലീസും അവരുടെ ഭാഗത്താവും. ഈ മുറിവും ചതവും ഗുണ്ടകളുമായി വഴക്കിട്ടുണ്ടായതാണെന്ന് അവർ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തത്. സത്യം അതല്ലല്ലോ. പേടിക്കണ്ട, ആളിവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ആരും സംശയിക്കുകയില്ല. ഞാനൊന്ന് പുറത്തിറങ്ങി. ബുദ്ധിമോശം ഒന്നും കാണിക്കരുത്. അസുഖം മാറിയാൽ ഇവിടുന്ന് പോകാം. അതുവരെ ഞാൻ അനുവദിക്കില്ല. നീ ഇങ്ങോട്ട് ഇറങ്ങ്, നമുക്ക് ഒരുമിച്ചാവാൻ കൂടി. അച്ഛൻ വരുന്നുണ്ട്, കാണണ്ട, വിളിച്ചോളൂ. നീ ഹരിയോട് പറഞ്ഞോടി? ഇല്ല പറയാം.
എന്താ പറയാൻ? അത് അച്ഛൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ? ആ എനിക്കറിയാം. റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിയ വകയില് അമ്മാവന് ചില്ലറ കടമുണ്ട്. അത് വീട്ടാൻ എൻ്റെ ഒരു വസ്തു വിൽക്കണം. എന്നോട് ചോദിക്കാമല്ലോ. ചോദിച്ചപ്പോഴൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ലേ? ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. മുമ്പ് ചോദിച്ചപ്പോഴൊക്കെ വസ്തു ഏതെന്നോ വില എന്തെന്നോ അന്വേഷിക്കാതെ പറഞ്ഞ സ്ഥലത്തൊക്കെ ഒപ്പിട്ട് തന്നവളാ ഞാൻ. പക്ഷെ ഇതെന്റെ അനിയനും കൂടി അവകാശപ്പെട്ട സ്വത്താ. അവന് വേണ്ടി ആരും ബാധിക്കണ്ട. ചെറുപ്പം തൊട്ട് തന്തയും തള്ള ഇല്ലാത്തത് അറിയിക്കാതെ അവനെ എടുത്തു വളർത്തിയത് എന്റെ അച്ഛനാ. നിന്നെ ആ കണക്കിൽ ഞങ്ങൾക്ക് നഷ്ടേ കാണൂ. ഇല്ലടി, നിന്നെ പോലൊരു മൂദേവിയെ തലയിലേറ്റി നടക്കേണ്ടി വന്ന എന്റെ ഗതിയോട് ഓർത്താലേ. ഓ, മുമ്പത്തെ ഇഷ്ടക്കാരി മതിയായി തോന്നുന്നുണ്ടാ ഇപ്പം. എന്ത് പറഞ്ഞാൽ പാർവതി, നിനക്ക് ഇഷ്ടമില്ലാച്ച വേണ്ട. എന്റെ ആ തോട്ടത്തിന് ഇത്തിരി കടമുണ്ട്. അത് വീട്ടാവല്ലോ എന്ന് കരുതി. അതുകൊണ്ടാ വിൽക്കാവെന്ന് വെച്ചത്. വില ഉറപ്പിച്ച് അച്ചാരം വാങ്ങുകയും ചെയ്തു. അവന്റെ കയ്യിൽ ഇനി ആകെയുള്ള സ്വത്താ തൊടിയ. അവന്റെ കാര്യത്തിൽ ഞാൻ ചിലതൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. സാവത്രിക്കുള്ളത് അവനുള്ളത് തന്നെയല്ലേ. ഹരിയേട്ടാ, ആ വസ്തുവിന്റെ കാര്യത്തിൽ അച്ഛൻ ചോദിച്ചാ എന്താ പറയണ്ടേ? നീ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതും സമ്മതമാണെന്ന് പറഞ്ഞേക്ക്. അപ്പൊ തോട്ടം സാവിത്രിക്കുട്ടി വക അല്ലേ? 100 തവണ പറഞ്ഞില്ലേ. എന്താ തനിക്കിത്ര സംശയം? ദാ ഇവിടുന്ന് ഒപ്പിട്ടോളൂ ഹരി. നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? തോട്ടത്തിൽ വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നം എവിടാണ്? എന്നെ തോട്ടത്തിലേക്ക് പറഞ്ഞു വിട്ട് അമ്മാവൻ ഇവിടെ ചില കാര്യങ്ങൾ നടത്തിയെന്ന് അറിഞ്ഞു. എന്ത് കാര്യം? അമ്മാവൻ സാവിത്രിയുടെ കല്യാണം ഉറപ്പിച്ചോ? ആ, ഞാനത് നിന്നോട് പറയാനിരിക്കേ. നല്ല പയ്യൻ, ഒന്നാം തരം തറവാട്ടുകാരൻ, ദുബായിൽ വലിയ ശമ്പളമുള്ള ജോലി. പണം കണ്ടാൽ എന്ത് ചെയ്യാനും മടിക്കാത്തവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ജാതി നെറുകേട് എന്നോട് കാണിക്കരുത്. കള്ള കഴിവേറി. എന്ത് പറഞ്ഞാ നീ? എനിക്ക് ജീവനുണ്ടെങ്കിൽ സാവിത്രിയെ മറ്റൊരാൾ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞു മോഹിപ്പിച്ച് എല്ലാം ഉറപ്പിച്ച മട്ടിൽ മകളെ കൊണ്ട് എന്റെ വസ്തുക്കൾ എഴുതി വാങ്ങിച്ചിട്ട് ഇപ്പോ വാക്ക് മാറിയാൽ എന്ത് ചെയ്യൂടാ നീ? അത് ഞാൻ കാണിക്കാം. ഈ തന്തയ്ക്ക് പിറക്കാത്ത പണിക്ക് എന്ത് പറഞ്ഞാ? ചേച്ചി, നിനക്കങ്ങനെ ആരും ഇവിടെ ഇല്ല. കൊണ്ടായിരുന്ന മുഴുവൻ നീ ആയിട്ട് അന്യാധീനപ്പെടുത്തിയില്ലേ? വീടും കുടുംബവും എല്ലാം ആ പെണ്ണ് പറയുന്നത് കേട്ട് നീ എഴുതി കൊടുത്തു. നിന്റെ എന്ന് പറയാൻ എന്തുണ്ട് സ്വന്തമായിട്ട് കയ്യില്? സ്വന്തം അനിയൻ നാട്ടിൽ തെണ്ടി നടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ഇനി എന്റെ സമാധാനം കൂടെ കെടുത്തരുത്. ഇറങ്ങി പോടാ വെളിയില്. പൊയ്ക്കോ എവിടെങ്കിലും. സാവിത്രി, എനിക്കൊരു കാര്യം അറിയണം. നിന്റെ സമ്മതത്തോടു കൂടിയാണോ ഈ കല്യാണം നിശ്ചയിച്ചത്? മറ്റൊരാൾക്കൊരു ഭാഗ്യം വരുമ്പോ സന്തോഷിക്കുക വേണ്ടത്. ഇങ്ങനെ വഴക്കുണ്ടാക്കി മുടക്കാൻ നടക്കുന്നത് അസൂയ കൊണ്ടാ. സാവിത്രി, വെറുതെ മോഹിച്ചതുകൊണ്ടായില്ല, അതിനുള്ള യോഗ്യത കൂടി വേണം. ഹരിയേട്ടൻ എന്താ ജോലി? എന്നെ കല്യാണം കഴിച്ച ജീവിക്കാൻ വേറെന്താ വരുമാനം? ഇതൊന്നും ഇല്ലാത്ത ഒരാളുടെ കൂടെ വീട്ടുകാരെ പിണക്കി ഇറങ്ങിത്തിരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. എന്നെ വിട്ടേക്കൂ. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഇവിടം വരെ വന്ന വഴികളെക്കുറിച്ച് വ്യക്തമായ ധാരണകളൊന്നുമില്ല. ഇനി മുന്നോട്ടുള്ളതിനെ കുറിച്ചും. നിന്റെ മാത്രമല്ല കുട്ടി, ഞങ്ങളുടെ എല്ലാം കഥകൾ ഇങ്ങനെ ഓരോന്നൊക്കെ തന്നെ. എന്നെക്കുറിച്ചും ചില ചിത്രങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ അതൊന്നും ഓർക്കാൻ ഞാനൊട്ട് ശ്രമിക്കാറുമില്ല. അതൊക്കെ പോട്ടെ, ഇത് കഴുത്തിലണിഞ്ഞോളൂ. എന്താ? ഒരു രക്ഷയാ. നിനക്ക് വേണ്ടി ഞാൻ പൂജിച്ചു വാങ്ങിയതാ. നിനക്ക് വിശ്വാസം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഇതൊന്ന് കെട്ടുന്നതിൽ വിരോധം ഉണ്ടാവോ? അണ്ണാ, അവന്മാര് വരുന്നുണ്ട്. ആരെ? ആ ബാക്കിയുടെ ഗുണ്ടകള്. അവന്മാർ ഒരു കൂട്ടം ആളുകളുണ്ട്, കൈ നിറയെ ആയുധങ്ങളും. അണ്ണൻ ഇവിടെ ഉണ്ടെന്ന് അവന്മാർ അറിഞ്ഞതാ തോന്നുന്നു.
പിന്നിലൊരു വാതിലുണ്ട്, അതുവഴി പൊയ്ക്കോളൂ. വേണ്ട, ഒളിച്ചോടി ഞാൻ മടുത്തു. ഇനി വയ്യ. എന്നെ കിട്ടിയില്ലെങ്കിൽ അവർ ഈ തെരുവ് മുഴുവൻ തല്ലിപ്പൊളിക്കും. എന്നെ ഒളിപ്പിച്ചതിന് ഈ പാവം പെണ്ണുങ്ങളെ അവരെ ഉപദ്രവിക്കും, ചേച്ചി ഉൾപ്പെടെ. ഹരി, ഈ നിലയിൽ ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.